നമസ്കാരം. പത്തനംതിട്ടയിൽ വീണ്ടും ക്യാമ്പസ് ഭീതി ഉയർത്തി ലഹരി മാഫിയയും റാഗിംഗ് സംഘവും. ജില്ലയിലെ ഇലംതിട്ടയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഡിഫൻസ് അക്കാദമിയിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ റാഗിങ്ങിനും ലഹരി പീഡനങ്ങൾക്കും ഇരയായതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പഠനം വേണ്ടെന്ന് വെക്കുന്നതായുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അക്കാദമിയിലെ ഹോസ്റ്റലിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ഇലവന്തിട്ടയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഡിഫൻസ് അക്കാദമിയായ AFPT ക്യാമ്പസിലാണ് രാജ്യത്തിന്റെ കാവലാളാകാനെത്തിയ യുവതലമുറയെ ലഹരിയുടെയും റാഗിങ്ങിന്റെയും ക്രൂരതയിലേക്ക് തള്ളിവിടുന്നത്. അക്കാദമിയിലെ ഹോസ്റ്റലുകളിൽ യാതൊരുവിധ സുരക്ഷയുമില്ലെന്നും സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുകയാണെന്നുമാണ് ക്യാമ്പസിനെതിരെ ഉയരുന്ന പരാതികൾ. ഒന്നാമത് രാത്രി 12 മണിക്ക് ഇയാൾ കിടക്കുന്ന സമയത്ത് ബോയ്സ് ഞങ്ങളെ ഹോസ്റ്റലിൽ കയറി. അപ്പോൾ നോക്കുന്ന ഞങ്ങളെ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ ഓടുന്നു, ബോയ്സ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഞങ്ങളെ ഗേൾസിൻ്റെ വാർഡൻ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള വർത്താനം പറയുക, മീൻസ് വൃത്തിയായിട്ട് തെറി വിളിക്കുക, നല്ല അസലായിട്ട് പറയും. ഇവിടെ വന്ന അന്ന് മുതൽ ഓരോ സംഭവം കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. രാത്രി കുളിക്കാൻ കയറിയാൽ ഒരു 2-2.5 മണിക്കൂറടക്കം വെള്ളം ഉണ്ടാവില്ല. വെള്ളം മോട്ടർ ഓണൊക്കെ പറയാനല്ലാണ്ട് വെള്ളം വരില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡിന് എന്നാൽ ഫുഡ് ഉണ്ടാവില്ല അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പറയും ടൈം കഴിഞ്ഞ് ഫുഡില്ല അങ്ങനെ പറയും. റാഗിംഗ് സഹിക്കാൻ വയ്യാതെയും ക്യാമ്പസിനുള്ളിൽ ലഹരി ഉപയോഗത്തിൽ ഭയന്നുമാണ് നിരവധി വിദ്യാർത്ഥികളും തങ്ങളുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് TC വാങ്ങി മടങ്ങുന്നത്. എൻ്റെ മോനാണ് ഇവിടെ വന്നത്. അവൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രിയിലൊരു 11 മണി കഴിയുന്ന സമയത്ത് ഡിഫൻസിലെ കുട്ടികളും മറ്റ് +2 കുട്ടികളും വന്നിട്ട് ശംഭു വേണോ ഹാൻസ് വേണോ മോനെ സിഗരറ്റ് വലിക്കുന്നു, നീ വലിക്കുന്നവനാണെന്നല്ലോടെ 2 ദിവസം അവനുണ്ടായ ബുദ്ധിമുട്ടുകളാണ് അവൻ മെയിനായിട്ട് തന്നെ. നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിൽ പോലും ഓരോ മാർക്കിനല്ല, എല്ലാവരും കൂട്ടത്തുള്ളൂ. ഞാൻ നിന്നപ്പോൾ എല്ലാവരും ഉറക്കം, ഞാൻ മാത്രമേ എഴുതുക. അപ്പോൾ എല്ലാവരും ഒറ്റ ബുക്ക്, ഒരു ചോദ്യം ചോദിക്കാൻ പോലും ആരില്ല. ടീച്ചർമാരല്ലേ ഓക്കെ, എന്നാൽ 4 വാർഡന്മാരുണ്ട്. അവരാണെങ്കിൽ വെള്ളം ഒഴിച്ച് രാത്രി നല്ല തെറി വിളിക്കും. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ പണം നഷ്ടപ്പെടുത്തിയ വിദ്യാർത്ഥികൾ പഠനം നിർത്തിപ്പോയതായി ചില രക്ഷിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ട്രെയിനിങ് നമ്മളോട് പറഞ്ഞതൊന്നും ഇവർ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. 35,500 രൂപ ഇവിടെ അവർ പറഞ്ഞതനുസരിച്ച് അടച്ചിട്ടുണ്ട്. ആ റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുമെല്ലാം ഈ സിംഗിൾ വിൻഡോൻ്റെ ഡേറ്റും കഴിഞ്ഞു. ഇവിടുത്തെ ഒരു കുട്ടികളും സിംഗിൾ വിൻഡോ അപ്ലൈ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള ഈ പൈസ കിട്ടിയിട്ട് വേണം ആ പൈസ. അക്കാദമി അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കുട്ടികളുടെ ഭാവിയോർത്തും ജീവനിൽ പേടിച്ചും പഠനം വേണ്ടെന്ന് വെക്കാൻ ഇവർ നിർബന്ധിതരായത്. പത്തനംതിട്ട ജില്ലയിൽ മയക്കുമരുന്നിനെതിരെ പോലീസ് ഓപ്പറേഷൻ തുഫാൻ പോലുള്ള കർശന നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം ക്യാമ്പസുകളിൽ ഇപ്പോഴും ലഹരി മാഫിയ പിടിമുറുക്കുന്നത്. ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകളിലെ ക്രമസമാധാനം ഉറപ്പാക്കാൻ പോലീസും എക്സൈസും അധ്യാപകരും അടങ്ങുന്ന ഒരു ജനകീയ സമിതി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പരാതികളിൽ ഉടനടി കർശന നടപടി ഉണ്ടാകണമെന്നും ഇത്തരം അക്കാദമികൾക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരും രക്ഷിതാക്കളും ശക്തമായ പ്രതിഷേധത്തിലാണ്. സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിന് ലൈസൻസ് ഇല്ലെന്നും അധ്യാപകർക്ക് യോഗ്യതയുമില്ലെന്ന് ആരോപിച്ച് AASFും ക്യാമ്പസിന് മുന്നിൽ പ്രതിഷേധം നടത്തി. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.